ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് ഒരു ദിവസം കൂടെ നൽകിയിരിക്കുന്നു. നമുക്ക് ഈ ദിവസം നമുക്ക് അവനെ പാർത്ത് നമുക്ക് വസിച്ചിടാം. അവൻ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെ നമുക്ക് പാർக்கலாம். അവൻ ചെയ്ത നന്മകളെ നമുക്ക് പാർக்கலாம். നമ്മൾ നേരത്തെ നമ്മൾ വാസിച്ച പടി എഫെസ്യ ലേഖനം 4-ാം അധ്യായം 29 മുതൽ കീഴെ നമ്മൾ വായിച്ചിടാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 29 മുതൽ. என்ன இங்கே சொல்லுது? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്ക് നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. അതായത് ആര് നിന്റെ വചനം കേൾക്കുന്നുവോ അവർക്ക് കൃപ ലഭിക്കുന്ന മാതിരി വേണം നീ പേശുന്നത്. നീ എന്നാ പേശിയാലും അവർക്ക് കൃപ ലഭിക്കണം. അതായത് നിന്റെ ഫോക്കസ് അല്ലെങ്കിൽ നിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്നായിരിക്കണം? അവർക്ക് കൃപ ലഭിക്കണം. അപ്പടി കൃപ ലഭിക്കുമ്പോൾ അവർക്ക് എന്നാ ഉണ്ടായിരിക്കും? ആത്മീയമായ അഭിവൃദ്ധി ഉണ്ടായിരിക്കും, ആത്മീയ വർധന ഉണ്ടായിരിക്കും. അതായത് ആത്മാവിൽ അവർ വളർന്നിടുമ്പോൾ അവരും നമ്മളെപ്പോലെ ആയിടും. അന്നേരം ആണ്ടവർ നമ്മൾ നേരത്തെ നമ്മൾ വിസാരിച്ചാച്ച് ആണ്ടവർ ആണ്ടവർ ചിത്തം എന്നാ? നമ്മൾ ഓരോരുത്തരും ആണ്ടവരുടെ തലയോളം ഒപ്പം വളരണം. അതായത് നമ്മൾ തലയോളം ഒപ്പം വളർന്നെങ്കിൽ മട്ടും താൻ ആണ്ടവർക്ക് നമുക്ക് പ്രസാദം തോന്നും. അന്നേരം നമ്മൾ അത് ഇപ്പം നമ്മുടെ ബലഹീനപാത്രമായ നമ്മുടെ കൂട്ടു സഹോദരന്മാർ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൃപയോടുള്ള വചനം നമ്മൾ അവരോട് പേശുമ്പോൾ അവർക്ക് ആത്മീയ വർധന ഉണ്ടാവുമ്പോൾ എന്നാ ഉണ്ടായിടും? അവർ ആണ്ടവരുടെ തലയോളം വളരും. അതായത് അവർ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ച് അവരോടൊപ്പം വളർന്നിടും. അതായത് നമ്മൾ അവരെ കൂട്ടിത്താൻ കൊണ്ടുപോകണം. അല്ലാതെ നമ്മൾ വളർന്നിടണം അല്ലെങ്കിൽ അവൾ വളർന്നിടണം അപ്പടിയല്ല. നമ്മൾ എല്ലാവരുമേ ഒരേ ഒരു ശരീരമെന്ന് വിസാരിച്ച് ഒരേ ശരീരമായിട്ട് എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ വർധന ഉണ്ടായിട്ട് അല്ലെ ആത്മാവ് നമ്മളിൽ വളർന്നിട്ട് നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ തലയോളം ഒപ്പം എത്തിയിടണം. അതാണ് ആണ്ടവരുടെ ചിത്തം. ആണ്ടവർ നമ്മൾ ഇരിക്കുന്നത് അത് മാത്രമല്ല, നല്ല വാക്കാകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടും. അത് മറ്റുമല്ല, നിന്റെ വായിൽ നിന്നും ആകാത്ത വാക്യം, തപ്പ് വാക്യം നിന്റെ വായിൽ നിന്നും വരാതെ നീ പേശുന്ന ഏത് വാക്കും അത് തപ്പാവാൻ പാടില്ല. ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ താൻ നീ പേശണം. അല്ലെങ്കിൽ അതുകൊണ്ട് ആണ്ടവർക്ക് പ്രസാദം വരുന്ന രീതിയിൽ താൻ നീ പേശണം. നീ ആണ്ടവർക്ക് പ്രസാദമാകാത്ത വണ്ണം നീ പേശുവാന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. നീ നിന്റെ കൂട്ട് സഹോദരനോട് നീ പേശുമ്പോൾ അവന് ആത്മീയവർദ്ധന ഉണ്ടാക്കണം. അതിൻ്റെ വായിൽ നിന്ന് തപ്പായ വാക്ക് വരരുത്. അത് ആണ്ടവർക്ക് ചിത്തമല്ലാത്ത വാക്ക് നമ്മുടെ വായിൽ വരരുത്. കാരണം അതിൻ്റെ കാരണം എന്നാ? നമ്മൾ അത് വളർന്നിടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഒരു എക്സാമ്പിൾ சொல்லிടാം. ഇപ്പം നമ്മൾ ഒരു തയ്യെ നമ്മൾ നടുമ്പോൾ നമ്മൾ എന്നാ പണ്ണും? അല്ലെങ്കിൽ ഒരു വിത നമ്മൾ വിതയ്ക്കുമ്പോൾ നമ്മൾ എന്നാ പറ്റും? അല്ലെങ്കിൽ ഒരു വിത നമ്മൾ വിതയ്ക്കുമ്പോൾ അതിനെ നമ്മൾ കിളച്ച് അത് എല്ലാം നല്ല മണ്ണെല്ലാം ഇളക്കി അതിനകത്ത് എന്നാ പണ്ണും? വിതയിട്ട് കഴിഞ്ഞിട്ട് അത് മൂടി അത് കഴിഞ്ഞിട്ട് അതിന് നല്ല സൂര്യപ്രകാശം കിട്ടുമാറുള്ള ഇടയ്ക്ക് വെക്കും. അത് മറ്റുമല്ല, നമ്മൾ എന്നാ പണ്ണും? നമ്മൾ തണ്ണി നമ്മൾ ഊത്തിയിടും. അപ്പടി തണ്ണി ഊത്തുമ്പോൾ അത് നമ്മൾ എന്നും ഡെയിലി നമുക്കതിന് തണ്ണി കൊടുത്ത് അതിന് നമ്മൾ അത് വളരുമ്പോൾ വിത വലുതാകുമ്പോൾ അത് എന്നാ പറ്റും? അത് ഫലം കായ്ച്ചിടും. അതായത് ആണ്ടവരുടെ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ അതേമാതിരി ഒരു വിത നമ്മൾ നട്ട് കഴിഞ്ഞാൽ ആ വിതയ്ക്കകത്ത് തണ്ണി ഊട്ടി അതിൻ്റെ പർപ്പസ് എന്നാന്ന് വെച്ചാൽ, അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് വളരണം. അത് വളർന്ന് എപ്പടി വരും? അത് ഫലം തരും. അപ്പം ഫലം തരുമ്പോൾ നമുക്ക് എന്നാ? ആണ്ടവർക്ക് അത് തന്നെ എങ്കിൽ ആണ്ടവർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാമേ ആണ്ടവർക്ക് ഫലം കായ്പാൻ തക്കോണം ഉചിതമായി തന്നെ പണ്ണണം. അല്ലെങ്കിൽ അത് ചിത്തമായി വേണം. നീ ആണ്ടവർക്ക് ഫലം തരാത്ത രീതിയിലാണ് നീ പണ്ണുന്നുണ്ടെങ്കിൽ അത് ആണ്ടവർക്ക് ചിത്തമല്ല. അതായത്
விதைக்கு நம்ம தண்ணி எப்படி கொடுக்கணும், അല്ലെങ്കിൽ விதைக்கு எப்படி നമ്മൾ ஓரம் கொடுக்கணும், അല്ലെങ്കിൽ അതിനെ നമ്മൾ எப்படி നമ്മൾ മെയിൻറ്റെയിൻ பண்ணணும், അതെല്ലാമേ നമ്മൾ അത് വളരണമെന്നുള്ള അതേപോലെ തന്നെ നമ്മുടെ കൂട്ടു സഹോദരനെയും നമ്മൾ വളരുവാൻ വേണ്ടി അവൻ്റെ ആത്മാവിൻ്റെ വർധന ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അവൻ ചെയ്യണം. അവനോട് നമ്മൾ എന്നാ പേശാതെ, നമ്മൾ അവനോട് പൊളി പേശാതെ, അല്ലെങ്കിൽ തപ്പായ വാർത്തയൊന്നും പേശാതെ അവനെ ബലപ്പെടുത്തി അവനെ കൊണ്ടുവന്ന് അവനെ താങ്ങി അവനെ വലുതാക്കി അതുമൂലം അവൻ്റെ ആണ്ടവരുടെ നാമം മയപ്പെടും. നമ്മുടെ നാമമല്ല, ഞാൻ പേശുന്ന എൻ്റെ അല്ല, അല്ലെങ്കിൽ വേറൊരാൾ പേശുന്നവൻ്റെ അല്ല. അവൻ ആത്മാവിൽ വർധന ഉണ്ടായിട്ട് തലയോടൊപ്പം വളരുകയും ആത്മാവിൻ്റെ വർധന ഉണ്ടായിട്ട് തലയോടൊപ്പം വളർന്നുമ്പോൾ നമ്മൾ അവനെ സ്വരൂപമായി തീരുകയും ചെയ്യണം. 30-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. നീ അപ്പടി ചെയ്തില്ലെന്നെങ്കിൽ എന്നാ சொல்லுது, നീ ഇങ്ങ சொல்லுது, ஆண்டவர் சொல்லுது, നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. അതായത് നിനക്ക് தெரியும், പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആവി നമ്മളിൽ നിന്ന് പോവുകയല്ല, അവൻ നമ്മളിൽ തന്നെ വസിക്കുകയാണ്. അവൻ വസിക്കുമ്പം അവൻ നമ്മളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അവന് ദുഃഖമേ കിടക്കാറ്. പക്ഷെ അവൻ നമ്മളിൽ വസിക്കുമ്പോൾ അവന് ദുഃഖം വരുന്ന രീതിയിൽ രംഭ ഹൃദയത്തിലെ വലി വരുന്ന രീതിയിൽ നമ്മൾ അപ്പടി ചെയ്തുകൂടാ. അതാ ഇങ്ങനെ சொல்லுது. എന്താ ദൈവത്തിൻ്റെ വിശുദ്ധമാവിനെ നീ ദുഃഖിപ്പിക്കരുത്. നീ അവന് പ്രയാസം വരുന്ന രീതിയിൽ ഒന്നുമേ പണ്ണാതെ നീ അവനോട് എന്നാ ചെയ്യണം, എന്താ പറയുന്നത്, അവനല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളായി മുദ്രയിട്ടിരിക്കുന്നത്, നിനക്ക് പാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് താൻ നമ്മുടെ ജീവിതത്തിൽ മുദ്രയിട്ടിരിക്കുന്നത്. എന്നാ മുദ്ര എന്ന് ചൊല്ലിയാൽ ആ മുദ്ര ആർക്കുമേ തുറക്കാൻ പാടില്ല. ആർക്ക് തുറക്കാൻ പാടും? ആര് താൻ തുറക്കാൻ പറ്റും? ആണ്ടവരായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുമേ അത് തുറക്കാതെ. അത് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇട്ട മുദ്ര, അത് വേറെ ആരുമേ തുറക്കാൻ പാടില്ല. അത് കാരണം ആണ്ടവരുടെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ, അത് പരിശുദ്ധ ആവി നമ്മളിൽ ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധ ആവി നമ്മളിൽ ഇരിക്കുമ്പോൾ അവൻ എന്നെ പറ്റി നമ്മളിൽ മുദ്ര ഇട്ടിരിക്കെ ആ മുദ്ര ആർക്കുമേ തുറക്കാൻ പാടില്ല, തുറക്കാൻ முடியாது. കാരണം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ നമ്മൾ എന്നെ പാക്കുന്നത് അങ്ങ് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയും അങ്ങ് മുദ്ര പൊട്ടിപ്പാൻ ആരുമേ അങ്ങയില്ല, സ്വർഗത്തിൽ ആരും താനേ ഇല്ല. എങ്ക എങ്ക ഭൂമിയിലെ കാര്യം അല്ല. എങ്ക സ്വർഗത്തിൽ ആ മുദ്ര പൊട്ടിപ്പാൻ ആരുമേ ഇല്ല. അതായത് നമ്മുടെ മുദ്ര പൊട്ടിപ്പാൻ ആര് മറ്റും പറ്റും? ആണ്ടവരായ യേശു ക്രിസ്തു മറ്റും താൻ ആ മുദ്ര പൊട്ടിപ്പാൻ പറ്റുന്നത്. വേറെ ആർക്കും ആ മുദ്ര പൊട്ടിപ്പാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചൊല്ലുക, നിന്റെ പരിശുദ്ധമായി ദുഃഖിപ്പ്, അവനല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രിക്കുന്നത്. എപ്പോഴത്തേക്കാ വീണ്ടെടുപ്പ് നാൾ? ദ ഡേ ഓഫ് റിഡംഷൻ. അതായത് നമ്മൾ ആണ്ടവരുടെ പക്കത്തിൽ ചെല്ലുമ്പോൾ അന്നേരം തന്നെ ആ മുദ്ര തുറക്കപ്പെടും. അതിനു മുമ്പേ അത് തുറക്കപ്പെടാതെ. അന്നേരം അത് നമ്മൾ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് അത് വളരെ കണ്ടിപ്പായി അല്ലെ വളരെ ഘനമായി ചൊല്ലിയിരിക്കെ 31-ാം വാക്യത്തിൽ എല്ലാ കയ്പും കോപവും ക്രോധവും അട്ടഹാസവും ദൂഷണവും സദുർഗണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞ് പോകട്ടെ. ഇങ്ങനെ നമ്മൾ പാക്കുന്നത് നോക്ക്, എന്നാ നമ്മളിൽ നിന്ന് മാറിപ്പോകണമെന്ന് എങ്കിൽ എഴുതി വെച്ചിരിക്കുക. എന്നാ കയ്പ്, കോപം, ക്രോധം, അട്ടഹാസം, ദൂഷണം, സകല ദുർഗുണങ്ങളും മായി വിട്ടൊഴിഞ്ഞ് 6 കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കുക. എന്നെ 6 കൂട്ടം കയ്പ്, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ നമുക്ക് അവരോട് മറ്റുള്ളവരോട് പക വരുക, അല്ലെങ്കിൽ അവരോട് കോപം വരിക. അത് രണ്ടാമത് അവനോട് കയ്പ് തോന്നും. അതായത് അവൻ ജലസി. ഒരു മാതിരി നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് വാസിച്ചിടാം. നമുക്ക് 30-ാം വാക്യത്തിൽ ആൻഡ് ഗ്രീവ് നോട്ട് ദ ഹോളി ഗോസ്റ്റ് ലെറ്റ് ഓൾ ബിറ്റർനെസ്, അതായത് കയ്പ്, wrath അല്ലെങ്കിൽ നമ്മുടെ കോപം, ആൻഡ് ആങ്കർ, നമുക്ക്
നമുക്ക് ദേഷ്യം ആൻഡ് ക്ലെമർ ആൻഡ് ഈവിൾ സ്പീക്കിംഗ് ആൻഡ് പുട്ട് അവേ ഫ്രം യു ഓൾ മാലിസ്. എല്ലാവിധമായുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടൊളിഞ്ഞ് നമ്മൾ മാറേണ്ട ആവശ്യം ചെയ്യപ്പെടും. അപ്പം തന്നെ നമുക്ക് എന്നാ പറ്റും? നമുക്ക് ആത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്നാ പറ്റും? ഇങ്ങനെ சொல்லுക, അതെല്ലാം വിട്ടൊഴിഞ്ഞു പോകണം. എന്നാൽ ആത്മാവിനെ ദുഃഖിപ്പിക്കണ്ടെങ്കിൽ ഈ സ്വഭാവം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. അന്നേരം നമ്മൾ ആത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ അത് എനിക്ക് തമിഴിൽ ഈ വാക്ക് എപ്പടി എഴുതിയിരിക്കുന്ന എനിക്ക് തിരിയാതെ, എന്നാലും നിങ്ങളോട് சொல்லுക, ഞാൻ മലയാളത്തിലെ ഇംഗ്ലീഷിൽ നിങ്ങളോട് சொல்லியாச்சு. അന്നേരം ഇത് 6 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഇരിക്കുക എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സഹോദരനോട് നമുക്ക് പിണക്കം, കോപം, ക്രോധം, അവനോട് ജലസി, അപ്പടിയുള്ള എല്ലാ സ്വഭാവങ്ങളും നമ്മൾ ഇരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പണുക? ആണ്ടവരെ ദുഃഖിപ്പിക്കുക. അതായത് ആണ്ടവരുടെ ആവിയെ ദുഃഖിപ്പിക്കുക. നീ ആണ്ടവരുടെ ആവിയെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നാ പറ്റും? അത് നമുക്ക് അത് പറയാൻ മുടിയാതെ. നമ്മൾ ആണ്ടവർ നമ്മൾ പരിശുദ്ധാവിയെ നമ്മളിൽ നിന്ന് പോവുകയില്ല, നമ്മൾ പരിശുദ്ധാവിയെ നമ്മൾ ദുഃഖിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ പാത്തിടാം. ഞാൻ നിർത്തുവാണ്. നമ്മൾ ഇന്ന് നമ്മൾ 3 വചനം നമ്മൾ പാത്താച്ച് 29, 30, 31. അതിൽ നമ്മൾ 3-ൽ നമ്മൾ കാണുന്ന പരിശുദ്ധാവിയെ നമ്മുടെ പർപ്പസ് എന്നായിരിക്കണം? നമ്മുടെ കൂട്ടു സഹോദരനെ തലയോളം വളർത്തണം. നമ്മുടെ കൂട്ടു സഹോദരനെ അപ്പടി വളർത്തുമ്പോൾ അത് എപ്പടി വളർത്താൻ പറ്റും? പരിശുദ്ധ ആൽവിയെ നമ്മൾ ദുഃഖിപ്പിക്കാതെ അവന് ചിത്തമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ തലയോളം നമ്മൾ വളർന്നിടും. അതുകൊണ്ട് നമുക്ക് ജപിച്ചിടാം. ആണ്ടവർ നമ്മൾ ചെയ്ത വലിയ കാര്യത്തെ നമുക്ക് ഓർക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഫലങ്ങളാണ് ഞാൻ പാത്തത്. അതുകൊണ്ട് നമ്മൾ ആണ്ടവരെ കോപിക്കാതെ, ആണ്ടവർക്ക് ദുഃഖം വരുത്താതെ, അവനെ ചിത്തമായി ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും ഒരേ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു നോട്ടം എന്നു പറഞ്ഞാൽ ആണ്ടവരെ പ്രസാദിപ്പിക്കണം. ആണ്ടവരെ പ്രസാദിപ്പിക്കുന്നു പറഞ്ഞാൽ ആണ്ടവരുടെ തലയോളം വളരണം. ആണ്ടവരുടെ തലയോളം വളരുമ്പോൾ ആണ്ടവരെ പ്രസാദിപ്പിക്കാൻ പറ്റും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. നമുക്ക് പിന്നെ പാക്കിലാണ്.